നമസ്കാരം. ജനം ടിവിയും ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പാഞ്ചജന്യം ഭാരതവും സംയുക്തമായി അവതരിപ്പിക്കുന്ന ശ്രീരാമസാഗരത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീരാമ വിരഹതാപം. ധർമ്മത്തിന്റെ പ്രതിരൂപമായ ശ്രീരാമൻ പോലും ജീവിതത്തിൽ വിരഹത്തിന്റെ അഗ്നിപരീക്ഷയെ അതിജീവിക്കേണ്ടി വന്നു. സീതാദേവിയുടെ വേർപാട് ഒരു രാജാവിന്റെ ദുഃഖം മാത്രമായിരുന്നില്ല. പ്രണയത്തിന്റെ, ധർമ്മത്തിന്റെ, മനുഷ്യഹൃദയത്തിന്റെ അതിരുകളെ സ്പർശിച്ച അനന്തമായ വേദനയായിരുന്നു അത്. ആ വിരഹത്തിന്റെ പ്രതീക്ഷയുടെ പ്രകാശവും ഭക്തിയുടെ അനശ്വര സന്ദേശവും ചേർന്ന് നെയ്യുന്ന ഇന്നത്തെ കിഷ്കിന്ധാകാന്ഡത്തിലെ ശ്രീരാമ വിരഹതാപം എന്ന ഭാഗം പാരായണം ചെയ്യുന്നത് രേഖ ശൈലേഷ്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. കിഷ്കിന്ധാകാന്ഡം, ശ്രീരാമന്റെ വിരഹതാപം. രാമനും പർവ്വതമൂർധനി ദുഃഖിച്ചു ഭാമിനിയോടും പിരിഞ്ഞു വാഴും വിധോ. താപേന ലക്ഷ്മണൻ തന്നോടു ചൊല്ലിനാൻ, പാപമയ്യോ മമ കാൺക കുമാരനീ. ജാനകീദേവി മരിച്ചിതോ കുത്രജിൽ, മാനസതാപേന ജീവിച്ചിരിക്കയോ. നിശ്ചയിച്ചേതുമറിഞ്ഞതുമില്ലല്ലോ, കശ്ചിൽ പുരുഷനെന്നോടു സംപ്രീതനായി ജീവിച്ചിരിക്കുന്നതിന്നു ചൊല്ലിടുകിൽ. കേവലമെത്രയുമിഷ്ടനവൻ മമ. എങ്ങാനുമുണ്ടിരിക്കുന്നതെന്നാകിൽ ഞാനിങ്ങു ബലാൽ കൊണ്ടുപോരുവൻ നിർണയം. ജാനകീദേവിയെ കട്ട കള്ളൻ തന്നെ മാനസകോപേന നഷ്ടമാക്കിയിടുവൻ. വംശവും കൂടെയൊടുക്കുന്നതുണ്ടൊരു സംശയമേതുമിതിനില്ല നിർണയം. എന്നെയും കാണാഞ്ഞു ദുഃഖിച്ചിരിക്കുന്ന നിന്നെ ഞാനെന്നി കാണുന്നു വല്ലഭേ. ചന്ദ്രാനനെ നീ പിരിഞ്ഞതു കാരണം, ചന്ദ്രനും ആദിത്യനെ പോലെയായതു. ചന്ദ്ര ശീതാംശുക്കളാൽ അവളെ ചെന്നു മന്ദം മന്ദം തലോടിത്തലോടിത്തതാം. വന്നു തടവിടുകെന്നെയും സാദരം, നിന്നുടെ ഗോത്രജയല്ലോ ജനകജ. സുഗ്രീവനും ദയാഹീനനത്രേ തുലോം, ദുഃഖിതനാമെന്നെയും മറന്നാനല്ലോ. നിഷ്കണ്ടകം രാജ്യമാശു ലഭിച്ചവൻ മൈക്കണ്ണിമാരോടുകൂടെ ദിവാനിശം. മദ്യപാനാസക്ത ചിത്തനാം കാമുകൻ വ്യക്തം കൃതജ്ഞനത്രേ സുമിത്രാത്മജ. വന്നു ശരത്കാലമെന്നതു കണ്ടവൻ വന്നീലയല്ലോ പറഞ്ഞവണ്ണം സഖേ. അന്വേഷണം ചെയ്തു സീതാധിവാസവും ഇന്നീടമെന്നറിഞ്ഞിടുവാൻ ആയവൻ. പൂർവോപകാരിയാമെന്നെ മറയ്ക്കയാൽ പൂർവനവൻ കൃതജ്ഞന്മാരിൽ നിർണയം. ഇഷ്ടരായുള്ള ജനത്തെ മറക്കുന്ന ദുഷ്ടരിൽ മുമ്പുണ്ടു സുഗ്രീവനോർക്ക നീ. കിഷ്കിന്ധയോടും ബന്ധുക്കളോടും കൂടെ മർക്കടശ്രേഷ്ഠനെ നിഗ്രഹിച്ചിടുവൻ. അഗ്രജമാർഗം ഗമിക്കേണമിന്നിനി സുഗ്രീവനുമതിനില്ലൊരു സംശയം.
ഇത്തമരുൾ ചെയ്ത രാഘവനോടതിക്രുദ്ധനായൊരു സൗമിത്രി ചൊല്ലിടിനാൻ. വധ്യനായൊരു സുഗ്രീവനെ സത്വരം ഹത്വാ വിടകൊൾവനദ്യ തവാന്തികം. ആജ്ഞാപയാശു മാമെന്നു പറഞ്ഞിതു പ്രാജ്ഞനായൊരു സുമിത്രാതനയനും. ആദായ ചാപതൂണീരഗഡ്ഗങ്ങളും ക്രോധേന ഗന്ധുമഭ്യുദ്യതം സോദരം കണ്ടു രഘുപതി ചൊല്ലിനാൻ. പിന്നെയുമുണ്ടൊന്നു നിന്നോടിനിയും പറയുന്നു. ഹന്തവ്യനല്ല സുഗ്രീവൻ മമ സഖിക്കിന്തു ഭയപ്പെടുത്തിയിടുകെന്നേവരൂ. ബാലിയെപ്പോലെ നിനക്കും വിരവോടു കാലപുരത്തിനു പോകാമറിക നീ. യുദ്ധമവനോടു ചെന്നു ചൊന്നാലതിനുത്തരം ചൊല്ലുന്നതും കേട്ടുകൊണ്ടു നീ. വേഗേന വന്നാലതിനനുരൂപമാകൂതമോർത്തു കർത്തവ്യമനന്തരം. രാമായണം ഒരു കഥ മാത്രമല്ല, ജീവിതമാണ്. ഓരോ മനുഷ്യനും ജീവിതത്തിൽ നേരിടുന്ന സന്തോഷവും ദുഃഖവും ധർമ്മവും അധർമ്മവും വിജയവും പരാജയവും എങ്ങനെ നേരിടണം എന്ന് പഠിപ്പിക്കുന്ന മഹത്തായ ജീവിത ദർശനമാണ്. ശ്രീരാമൻ ധർമ്മത്തിന്റെ പ്രതിരൂപമാകുമ്പോൾ സീതാദേവി ക്ഷമയുടെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമാകുന്നു. ലക്ഷ്മണൻ സമർപ്പണത്തിന്റെയും ഹനുമാൻ അചഞ്ചലമായ ഭക്തിയുടെയും മാതൃകയാകുന്നു. ജീവിതത്തിലെ ഓരോ സാഹചര്യത്തിനും ഒരു വഴികാട്ടിയായി നിലകൊള്ളുന്ന രാമായണം വായിക്കപ്പെടേണ്ട ഒരു ഇതിഹാസം മാത്രമല്ല, ജീവിക്കപ്പെടേണ്ട ഒരു മൂല്യ സംഹിത കൂടിയാണ്. അതുകൊണ്ട് തന്നെ രാമായണം കഥയല്ല, നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതമാണ്. ശ്രീരാമസാഗരത്തിൽ അടുത്തത് രാമാമൃതം. രാമായണം കഥയല്ല, ജീവിതമാണ്. പ്രൊഫസർ MV നടേശന്റെ വാക്കുകളിലേക്ക്. ശ്രീരാമ സാഗരത്തിൻ്റെ ഭാഗമായി രാമായണം അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദികവി വാൽമീകിയുടെ ആദികാവ്യം അത് പഠിപ്പിക്കുന്നത് വലിയൊരു ജീവിത പാഠമാണ്. എന്താണ് എന്ന് ചോദിച്ചാൽ, മനുഷ്യനായി പിറവിയെടുത്ത എല്ലാവർക്കും ഉണ്ടാവേണ്ട ഒന്ന് ജിജ്ഞാസയാണ്. ഈ ജിജ്ഞാസയോടുകൂടിയാണ് രാമായണം തുടങ്ങുന്നത് തന്നെ. വാൽമീകി മഹർഷി നാരദനോട് 16 ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതിന് 60-നടുത്ത ഉത്തരമാണ് നാരദ മഹർഷി പറയുന്നത്. ഈ 16 എന്നത് ആധ്യാത്മിക കലയുടെ പ്രതീകങ്ങളാണെന്ന കാര്യം മറക്കരുത്. ഇതിൻ്റെ 4 ഇരട്ടി കൂടുന്നതാണ് 64 മാനവിക കല എന്നതും മനസ്സിലാക്കണം. അപ്പോൾ ജിജ്ഞാസയാണ് ഒരു മനുഷ്യൻ ആദ്യം. ആ ജിജ്ഞാസയിൽ നിന്നാണ് അറിവുണ്ടാവുന്നത്. എന്താണ് അറിവെന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന എല്ലാം ഒരേ ചൈതന്യത്തിൻ്റെ ആവിഷ്കാരമാണ്, ഒരേ സത്യത്തിൻ്റെ ആവിഷ്കാരമാണ്. ആ അറിവ് വരുമ്പോൾ നമുക്കാരും അന്യരല്ല. അതാണ് മുറിവില്ലാത്ത അറിവ് എന്ന് പറയുന്നത്. ആരും അന്യരല്ല എന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയേണ്ടത് അനുകമ്പയാണ്. ഗുരുദേവൻ അനുകമ്പ ദശകം എന്ന് പറയുന്ന ഒരു കൃതി ഇതിന് വിസ്തരിച്ചിട്ടുണ്ട്. ഒരു എറുമ്പിനെ പോലും നുള്ളി നോവിക്കാനാവാത്ത തരത്തിൽ നമ്മുടെ ഹൃദയം അനുകമ്പയാൽ നിറയണമെന്നതാണ്. ശ്രീരാമചന്ദ്രൻ്റെ ഹൃദയം അത്തരത്തിലുള്ളൊരു അനുകമ്പയുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് മനുഷ്യനോട് മാത്രമല്ല, നമുക്കറിയാം ചെറിയ ജീവികളായിട്ടുള്ള അണ്ണാൻകുഞ്ഞിനോടും പക്ഷിയോടും മൃഗങ്ങളോടും എന്തിനേറെ പറയുന്നു, പ്രതിനായകനായിട്ടുള്ള രാവണനോട് പോലും അപാരമായ അനുകമ്പയുണ്ടായിരുന്നു. അത് അനുഭവിക്കാൻ രാവണനും ഭാഗ്യമുണ്ടായി. അപ്പോൾ ഈ അനുകമ്പ ഉണ്ടാകുക എന്നതാണ് അറിവിൻ്റെ ലക്ഷ്യം.
അനുകമ്പയുണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നിലനിർത്തുന്ന എല്ലാത്തിനോടും നന്ദി ഉണ്ടാകുമെന്നുള്ളതാണ്. ആ നന്ദി ശ്രീരാമചന്ദ്രൻ സകല ചരാചരങ്ങളോടും തൻ്റെ നന്ദി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതും നമ്മളിൽ നിറയേണ്ട ഒന്നാണ്. അപ്പോൾ ജിജ്ഞാസയിൽ നിന്നാണ് അറിവുണ്ടാവേണ്ടത്. അറിവുണ്ടായിക്കഴിഞ്ഞാൽ നിറയേണ്ടത് അനുകമ്പയാണ്. ആ അനുകമ്പയുള്ള ഒരാളിൽ കാണുന്ന അടുത്ത പടി എന്നത് നന്ദിയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട് നന്ദി ആരോട് നാം ചൊല്ലേണ്ടുവെന്നാണ്. കൃത്യമായിട്ട് നമുക്കറിയാം നന്ദി ചൊല്ലേണ്ടത് എന്നെ മനുഷ്യനായി ഈ ഭൂമുഖത്തേക്ക് പറഞ്ഞുവിട്ട ഈശ്വരനോട്, ഋഷീശ്വരന്മാരോട്, മനുഷ്യരോട്. പഞ്ചമഹായജ്ഞം അതാണ്. ഈ പഞ്ചമഹായജ്ഞം നിർവഹിച്ചുകൊണ്ടും അതിലെല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുമുള്ള രാമൻ്റെ യാത്രയാണ് രാമായണം എന്ന് പറഞ്ഞാൽ. അതിൽ പങ്കെടുത്ത എല്ലാവരോടും കരുണാപൂർണമായ നന്ദി സാക്ഷാൽ ശ്രീരാമചന്ദ്രനുണ്ടായിരുന്നു. ഈ നന്ദി എൻ്റെ ശരീരത്തിനോട് നന്ദി വേണം, ഈ പ്രപഞ്ചത്തിനോട്, ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങളോടും നന്ദി വേണം. ഇങ്ങനെ നന്ദിയുള്ള ഒരാൾക്ക് മാത്രമേ എല്ലാം സമർപ്പിക്കാൻ സാധിക്കൂ. ശ്രീരാമചന്ദ്രൻ പറയുന്ന വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമുണ്ട്. സ്നേഹം ദയാം ച സൗഖ്യം ച യദി മേ ജാനകീമപി എന്ന് പറഞ്ഞിട്ട് ഇതിനെ എല്ലാത്തിനെയും ഈ സമസ്ത പ്രപഞ്ചത്തിനു വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ശ്രീരാമചന്ദ്രൻ്റെ ഒരു വചനമുണ്ട്. അതായത് ഹൃദയതുല്യം സ്നേഹിക്കുന്ന എന്തിനേയും സമർപ്പിക്കുക. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണത എന്ന് പറഞ്ഞാൽ. അതായത് ജിജ്ഞാസയുണ്ടാവണം, അറിവുണ്ടാവണം, അനുകമ്പയുണ്ടാവണം, നന്ദി ഉണ്ടാവണം, സമർപ്പണമുണ്ടാവണം. ഈ സമർപ്പണത്തിൽ നിന്നാണ് മലവേടൻ മാമുനിയായി മാറിയത്. ആ തരത്തിലേക്ക് വളരുന്ന അല്ലെങ്കിൽ വളർന്ന മാമുനിയുടെ വാക്കുകൾ മാനവ ജീവിതത്തിന് ഇന്നും പ്രചോദനം മാത്രമല്ല, അത് മാതൃകയാണ്. അതുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കും, മാനവ ലോകത്തിന് മാതൃക തീർത്ത ഒന്നാണ് രാമായണം. പക്ഷെ ഓർക്കുക, ഈ രാമായണം വായിക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ, രാമനോടൊപ്പം സഞ്ചരിക്കുമ്പോൾ മേൽപ്പറഞ്ഞ കൃതജ്ഞതയും അനുകമ്പയും നമ്മളിൽ നിറയുന്നുണ്ടോ എന്ന ഒരു ആത്മനിരീക്ഷണം നമുക്ക് വേണ്ടതാണ്. ആ നിലയിൽ ഒരു ആത്മനിരീക്ഷണം ഈ ശ്രീരാമ സാഗരത്തിൻ്റെ ഭാഗമായി നമുക്ക് തുടങ്ങാം. അതൊരു യാത്രയാണ്. ആ യാത്ര ഞാനാകുന്ന രാമൻ്റെ യാത്രയാണ്. അത് കഥയല്ല, ജീവിതമാണ്. ഈ ജീവിതത്തിൽ ജാതിഭേദങ്ങളില്ലാത്ത, മതദ്വേഷമില്ലാത്ത, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ വിദ്വേഷങ്ങളില്ലാത്ത ഒരു സമത്വ സുന്ദരമായ ഒരു ലോകത്തിൻ്റെ സൃഷ്ടിക്കാണ് ഈ യാത്ര. ഇതാണ് രാമരാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചടങ്ങുകളുടെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം ഒന്നാണ് എന്ന് മനസ്സിലാക്കി നമുക്ക് മുന്നേറാം. അതുകൊണ്ടാണ് രാമമന്ത്രം താരകമന്ത്രമാണെന്ന് പറയുന്നത്. എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്കൃഷ്ടമായ ഒരു മന്ത്രം. നമസ്കാരം. സരയൂ നദിയുടെ ശാന്തമായ ഓളങ്ങൾക്കൊപ്പം ഹൃദയങ്ങളെയും തഴുകിയ ഒരു ദിവ്യ പ്രണയത്തിന്റെ സംഗീതമാണ് ഇനി നിങ്ങൾ കേൾക്കുന്നത്. ധർമ്മവും സമർപ്പണവും പരസ്പര വിശ്വാസവും കൊണ്ട് അനശ്വരമായ ശ്രീരാമ സീതാ ദാമ്പത്യത്തിന്റെ മധുരസ്മരണകളെ ഈ യുഗ്മഗാനം ഹൃദയത്തിൽ വിരിയിക്കുന്നു. നദിക്കരയിലെ ഇളം കാറ്റും ചന്ദ്രപ്രഭയും സാക്ഷിയാക്കി വാക്കുകളേക്കാൾ ഹൃദയങ്ങൾ സംസാരിക്കുന്ന ആ പുണ്യമുഹൂർത്തങ്ങളെ സംഗീതത്തിലൂടെ വീണ്ടും അനുഭവിക്കാം, ആസ്വദിക്കാം. രാമാനന്ദം. ജയൻ രാജും നിഖിതയും നമുക്കായി
ഈ യുഗ്മഗാനം ആലപിക്കുന്നു. സരയൂ നദിക്കരയിൽ സുന്ദരിയാമൊരുവൾ സജലങ്ങളാം മിഴിയാൽ പ്രിയനെയും കാത്തിരിപ്പൂ. സരയൂ നദിക്കരയിൽ സുന്ദരിയാമൊരുവൾ സജലങ്ങളാം മിഴിയാൽ പ്രിയനെയും കാത്തിരിപ്പൂ. സന്താപമേറിയാലും തളരാത്ത മാനസത്തിൽ സൗവർണ ശോഭയോടെ പ്രിയനവൻ പുഞ്ചിരിപ്പൂ. സന്താപമേറിയാലും തളരാത്ത മാനസത്തിൽ സൗവർണ ശോഭയോടെ പ്രിയനവൻ പുഞ്ചിരിപ്പൂ. സരയൂ നദിക്കരയിൽ സുന്ദരിയാമൊരുവൾ സജലങ്ങളാം മിഴിയാൽ പ്രിയനെയും കാത്തിരിപ്പൂ. ആരണ്യകങ്ങൾ താണ്ടി ദിശ മാറി അലയുന്ന നേരം അകതാരിരുളിൽ വിളക്കായി പ്രിയ സഖി നിൻമുഖബിംബം ജീവന്റെ സ്പന്ദനമായി. സരയൂ നദിക്കരയിൽ സുന്ദരിയാമൊരുവൾ സജലങ്ങളാം മിഴിയാൽ പ്രിയനെയും കാത്തിരിപ്പൂ. പൗലസ്ത്യനെയും ജയിച്ചു പ്രിയ സോദരോടൊത്തു ഞാനും 14 വർഷങ്ങൾ താണ്ടി. പ്രണയമേ നിൻചാരെ അണയാൻ പ്രിയനവൻ പുഞ്ചിരിപ്പൂ.
ക്ഷീരസാഗരത്തിൽ നാളെ രാമായണത്തിലെ ഏറ്റവും പ്രത്യാശയും ഭക്തിയും നിറഞ്ഞ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. സുന്ദരകാന്ഡം. സീതാദേവിയെ കണ്ടെത്താനുള്ള ദൗത്യം ഏറ്റെടുത്ത് മഹാവീരനായ ഹനുമാൻ സമുദ്രം ലംഘിക്കാൻ ഒരുങ്ങുന്നതോടെയാണ് ഈ കാണ്ഡം ആരംഭിക്കുന്നത്. ജാംബവാന്റെ പ്രചോദനത്തിൽ സ്വന്തം ശക്തി തിരിച്ചറിഞ്ഞ ഹനുമാൻ സമുദ്രലംഘനത്തിന് തയ്യാറാകുന്നു. നമുക്ക് കാത്തിരിക്കാം. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.